മന്ന വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഒരു പുത്തൻ അറിവ് തരാൻ വേണ്ടി വന്നിരിക്കുന്നത്. കുറച്ച് സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് സെൻസോഡൈൻ ടൂത്ത് പേസ്റ്റ്. ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ഇതാണ്. കാരണം പല്ലിന് പുളിപ്പ് അനുഭവപ്പെടാതിരിക്കാൻ ഇത് തേച്ചാൽ നല്ലതാണ്. അവർ ആഡ് ചെയ്യുന്നത് പോലെ തന്നെ കറക്റ്റാണ്. എന്നാൽ ചിലരുടെയൊക്കെ ബ്രാൻഡ് കോൾഗേറ്റ് ആണ്. എന്തായാലും പേസ്റ്റ് ആണല്ലോ. ഇതിൻ്റെ കൂടെ കൊണ്ടുവന്നിരിക്കുന്നത് ചോറ്, നല്ല വെന്ത ചോറ് അല്ലെങ്കിൽ അരിപ്പൊടി. അപ്പോൾ ഇതൊക്കെ വെച്ച് ചെയ്യുന്ന ഒരു പ്രത്യേക കാര്യം പറയാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു അഴുക്ക് പിടിച്ച സ്വർണ്ണമാലയുണ്ട്. ഇതിനകത്തോട്ട് ഈ പേസ്റ്റ്, ഈ മാല ഇരിക്കുന്ന പേസ്റ്റ് ഇട്ട് ഒന്ന് ക്ലീൻ ചെയ്താൽ നല്ല നീറ്റായിട്ട് പുത്തൻ മാല പോലെ തിളങ്ങും. അത് ഇതിന് മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞതാണ്, അതുകൊണ്ട് ഇത് വീണ്ടും കാണിക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇത് ഉപയോഗിച്ച് ഈ രണ്ട് ചോറും അതുപോലെ തന്നെ അരിപ്പൊടി പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് കുഴയ്ക്കുക. ഒരു നല്ല കുഴഞ്ഞ മിശ്രിതമാക്കി തീർത്താൽ നമുക്കൊരു പുതിയ വിദ്യ ചെയ്യാം. എനിക്ക് പലതരത്തിലുള്ള പാത്രങ്ങളോട് ഭയങ്കര പ്രേമമാണ്. അപ്പോൾ ഇത് ഈ സ്വർണ്ണക്കടയിലൊക്കെ ചെന്ന് സ്വർണ്ണം വാങ്ങിക്കുമ്പോൾ അവർ ഗിഫ്റ്റ് തരുന്ന പാത്രമാണ്. അപ്പോൾ ആരുടെ കൂടെ എൻ്റെ കസിൻസിൻ്റെയോ എൻ്റെ അനിയത്തിയുടെയോ നാത്തുവിൻ്റെയോ ഒക്കെ കൂടെ പോയാലും അവർ മാല വാങ്ങിക്കുമ്പോൾ എനിക്ക് ഗിഫ്റ്റ് തരും. അപ്പോൾ ഈ ഗിഫ്റ്റ് അങ്ങനെ തന്നെ ഞാൻ ഈ പാത്രം കൊതിച്ചാണ്. അതുകൊണ്ട് ഇത് കണ്ടോ, ഇതും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു പാത്രം. ഇതെൻ്റെ മോള് കൊണ്ടെത്തുന്നതാണ്. ഇതും അതെ. അപ്പോൾ കിട്ടുന്ന ഈ ഡിഷൊക്കെ ഞാനിങ്ങനെ സൂക്ഷിക്കുന്നതുകൊണ്ട് എനിക്ക് ഒരു ദിവസം നോക്കിയപ്പോൾ ഇത് ഞാൻ മൈക്രോ ചെയ്ത് എടുത്തപ്പം ഇത് കണ്ടോ, കാണാമല്ലോ നിങ്ങൾക്ക്, ഈ കറുത്ത പാട് ഇതിങ്ങനെ ഈ ഷേപ്പിലങ്ങ് പൊട്ടി 2 പീസായിപ്പോയി. അപ്പോൾ എനിക്കൊരു സങ്കടമായിപ്പോയി. ഇതിനെ ഞാൻ എങ്ങനെ ഒന്നാക്കി ഒരു പാത്രമാക്കാമെന്നുള്ളതായിരുന്നു എൻ്റെ അടുത്ത പരിപാടി. അപ്പോൾ ഇങ്ങനെ ഈ ചോറും ഈ പേസ്റ്റും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ച് ഞാൻ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇതേ പാത്രം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. ആ പൊട്ടുകളെല്ലാം കണ്ടോ, ഇത് പൊട്ടി ഈ പാത്രം പോലെ ആയിത്തീർന്നു. അപ്പോൾ ഇതുപോലെ പൊട്ടിപ്പോയ പാത്രങ്ങളൊന്നും കളയണ്ട, എറിഞ്ഞ് കളയണ്ട. ചില പാത്രങ്ങൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അതുപോലെ ഇത് കണ്ടോ, എൻ്റെ ഉപ്പ് ഭരണി, പഴയ ആൻറ്റിക്ക് ഭരണിയായിരുന്നു, അതിൻ്റെ അടപ്പ് പൊട്ടിപ്പോയി. ഇനി അടുത്ത പരിപാടി ഇത് ഒട്ടിക്കലാണ്. ഇത് ഒട്ടിക്കുന്നത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ. അപ്പോൾ അതും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. എന്ത് പറയാനാ, എൻ്റെ ഈ നല്ല ഭംഗിയുള്ള ആൻറ്റിക്ക് ഉപ്പുഭരണിയുണ്ടോ, ഇത് കണ്ടാൽ കളയാൻ തോന്നത്തില്ല. ഇതിൻ്റെ അടപ്പ് എൻ്റെ കൈമോശം വന്ന് താഴെ വീണ് പൊട്ടിപ്പോയി. പക്ഷേ ഇതിങ്ങനെ ചിന്ന ഭിന്നമായെങ്കിലും ഇതിനെ ഒന്നിപ്പിക്കാൻ പറ്റും. ഒരു പുതിയ വിദ്യ കയ്യിലുണ്ട്, അതൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ കേട്ടോ. ഇത് പരീക്ഷിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയാം, സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ. നോക്കട്ടെ. ഇത് ചിന്ന ഭിന്നമായി പോയതുകൊണ്ടാണ് ഏറെ സങ്കടം. ഇതിനെ ഒട്ടിക്കാനായിട്ട് നമ്മുടെ ഏറ്റവും നല്ല കൂട്ട് പേസ്റ്റാണ്, ടൂത്ത് പേസ്റ്റ്. അതിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അതിലൊരു ഉപയോഗമാണ് കാണിക്കാൻ പോകുന്നത്. 4, 3, 7 പീസായിട്ടല്ലേ പൊട്ടിയിരുന്നത്. ഇപ്പോൾ ഈ 2 എണ്ണം വീതം ഇത് രണ്ടും ഞാൻ ജോയിൻ ചെയ്തു, ഇതും ജോയിൻ ചെയ്തു. ഇത് ജോയിൻ ചെയ്ത് കണ്ടോ, നല്ല ഭംഗിയായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതാണ് ജോയിൻ പീസ്, കണ്ടോ, നന്നായിട്ട് ജോയിൻ ചെയ്തു. അതുപോലെ തന്നെ ഈ 2 പീസും ഒന്നിച്ച് ജോയിൻ ചെയ്തു. ഇപ്പോൾ ഇനി 2, 3, ഇപ്പോൾ ഇനി 5 എണ്ണേ ഉള്ളൂ. ഇനി ഇത് 3ഉം ജോയിൻ ചെയ്തിട്ട് ഇതിലോട്ട് ഒട്ടിക്കണം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ സീക്രട്ട് ഏജൻറ്റ് നമ്മുടെ പേസ്റ്റാണ്. പേസ്റ്റും നല്ല വെന്ത ചോറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അത് തേച്ചാണ് ഞാൻ ഈ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് 2 എണ്ണം ജോയിൻ ചെയ്ത്, ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞു, ഇതും ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ 3 പീസ് ഇരിക്കുന്നുണ്ടല്ലോ, ഇതിൻ്റെ ഈ ടോപ്പ് ഭാഗം, ഇത് 3ഉം കൂടെ ജോയിൻ ചെയ്തിട്ട് ഇത് ഒന്നിച്ച് വെച്ച് ഇത് ഭരണിയുടെ അടപ്പായിട്ട് മാറ്റിയെടുക്കാം. ഇങ്ങനെ മാറ്റിയെടുക്കണം. അത് ഇനി ഇത് ജോയിൻ ചെയ്യാനുള്ളത് ഈ 3ഉം കൂടെ ജോയിൻ ചെയ്തിട്ട് ഇതിലോട്ട് ഇത് ഒട്ടിക്കാം.